സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊരു വകുപ്പ് കൂടി പിണറായി മന്ത്രിസഭയിൽ സൃഷ്ടിക്കണമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ എംപിയുമായ PC തോമസ്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. പ്രസിഡന്റ് ഒപ്പിട്ടു, നിയമമായി. ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് റിട്ടയർ ചെയ്ത IFS ഉദ്യോഗസ്ഥർ. അപ്പോൾ വനംവകുപ്പിനുള്ളിൽ ഇങ്ങനെ കൃഷിക്കാർക്കെതിരായ ഒരു വലിയ ലോബി ഉണ്ടെന്നുള്ള വസ്തുതയാണ്. അങ്ങനെ ആർക്ക് പോവാം, അത് IFS ആണെന്നില്ല, ആർക്ക് പോവാം. അങ്ങനെ പോകുന്നതിൽ ഒരു തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, വേണമെങ്കിൽ പോകട്ടെ. പോകുന്നതിൽ അല്ലെ ഫോറസ്റ്റ് എപ്പോഴും തെറ്റാണ് എന്നുള്ള ആ ഒരു രീതിയിൽ പറയുന്ന കാര്യമില്ല. പക്ഷേ വേണമെങ്കിൽ പിണറായി വിജയന് മറുപടി കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു നിർദ്ദേശം എനിക്ക് പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന ഒരു വകുപ്പ് കൂടി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഉണ്ടാക്കട്ടെ. അതായിരിക്കും ഉചിതമായ ഒരു നടപടി എന്ന് എനിക്ക് തോന്നുകയാണ്. പുതിയ ഒരു വകുപ്പ് അല്ലേ, ഫോറസ്റ്റ് വകുപ്പ് അല്ലെങ്കിൽ കൃഷി വകുപ്പ് എന്നുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്ത് വകുപ്പ് ഇതുവരെ കണ്ടിട്ടില്ല. അത് ഈ ഗവൺമെന്റിന് ആവശ്യമാണ് എങ്കിൽ വേണമെങ്കിൽ ആലോചിക്കാം. CHR വിഷയത്തിൽ സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനവിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം മിണ്ടണ്ട. സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊരു വകുപ്പ് കൂടി അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഉൾപ്പെടുത്തട്ടെ. അതായിരിക്കും ഇപ്പോൾ ഉചിതമായ നടപടി. CHR വിഷയത്തിൽ ഇടുക്കിയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം വിളിച്ച് ഗവൺമെന്റ് കൃഷിക്കാരോടൊപ്പം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നടപടികൾ വരുന്നില്ല? അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് ആരെങ്കിലും തടയിടുകയാണോ? ഇതിന് റോഷി അഗസ്റ്റിൻ മറുപടി പറയണം. റോഷി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടപടികൾ വരുന്നില്ല എന്നോർക്കുമ്പോൾ ഒന്നെങ്കിൽ അത് റോഷിക്ക് പറ്റാത്തതാണോ, അതോ ശ്രമിച്ചിട്ടും അത് തടയാനായിട്ട് കൂടെ ചിലരുണ്ടോ? ഒരു കാര്യം വ്യക്തമല്ലേ, ഈ മേഖലയിലെ കൃഷിക്കാർ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഏലം കർഷകർ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് റോഷി വളരെ ആത്മാർത്ഥതയോടാണ് പറഞ്ഞെങ്കിൽ റോഷി ചെയ്യേണ്ടത് അടിയന്തരമായി ചില നടപടികൾ സ്വീകരിക്കണം. ശരിയായ ഉത്തരം കൊടുത്താൽ അത് സംബന്ധിച്ചൊരു തീരുമാനം തോന്നിയതുപോലെ വരാതിരിക്കും. വേണ്ടി വന്നാൽ അങ്ങനെ ഒരു കേസിൽ കേരള കോൺഗ്രസ് കക്ഷി ചേരാനും മടിക്കില്ല എന്ന് പറയാൻ എന്നെ എല്ലാവരും ചുമതലപ്പെടുത്തിയിരിക്കുക. PV അൻവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് ആരെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അത് മനസ്സിലാക്കി അവർ തന്നെ നടപടികൾ സ്വീകരിക്കട്ടെ. UDF-നെതിരായോ കോൺഗ്രസിനെതിരായോ അൻവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അതിൽ ആരെയെങ്കിലും ചേർക്കാൻ വേണ്ടി ആയിരിക്കും. എന്നാൽ അൻവറിന് പിണറായിയെ ചിലപ്പോൾ കിട്ടിയേക്കാം. UDF-നോ കോൺഗ്രസിനെയോ കേരള കോൺഗ്രസിനെയോ അതിന് കിട്ടില്ലെന്നും അൻവർ ഒരു ഭീഷണിയല്ല എന്നും PC തോമസ് പറഞ്ഞു. അൻവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം ആർക്കെതിരായിട്ടാണ്, ഏത് ഗവൺമെൻറ്റിനെതിരായിട്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് മനസ്സിലാക്കി അവർ നടപടികൾ സ്വീകരിക്കട്ടെ. പിന്നെ UDF-നെതിരായിട്ടോ കോൺഗ്രസിനെതിരായിട്ടോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അൻവർ ഒരു സ്വന്തമായ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നതാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് പാർട്ടിയിൽ ആളെ പിടിക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലേ, അല്ലാതെ കോൺഗ്രസിനെതിരായിട്ട് എന്തിനാണ് പറയുന്നത്, അല്ലെങ്കിൽ UDF-നെതിരായിട്ട് എന്തിനാണ് പറയുന്നത്? പക്ഷേ അൻവർ പറഞ്ഞത്, അൻവറിന് വേറെയും ചില നീക്കങ്ങളുണ്ട് എങ്കിൽ അൻവർ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇവിടെ നിന്നെങ്ങാനുമൊക്കെ വല്ലവരെ കിട്ടുമോ, അവിടെ നിന്നെങ്ങാനുമൊക്കെ വല്ലവരെ കിട്ടുമോ? പിണറായിയെ ചിലപ്പോൾ കിട്ടിയേക്കും. പക്ഷേ അൻവറിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് വിറച്ചിരിക്കുന്ന പിണറായി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിണറായി വിജയന് വലിയ ഒരു ഭീഷണിയായിട്ടുണ്ട്. UDF-നോ കോൺഗ്രസിനോ കേരള കോൺഗ്രസിനോ ഒന്നും ഒരു ഭീഷണിയുമില്ല. അൻവറിൻ്റെ മാർഗ്ഗം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ, അതിന് ഞങ്ങളെതിരല്ല. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം.